സത്യത്തിൽ കഞ്ചാവ് മരുന്നാണോ അതോ മനുഷ്യനെ മയക്കുന്ന ലഹരിയാണോ? This is the formulation of മദനകാമേശ്വരി ലേഹ്യ. യുഎസിലെ നിരവധി സംസ്ഥാനങ്ങളിൽ ഇന്ന് കഞ്ചാവ് ഉപയോഗം നിയമപ്രകാരമാണ്. മനുഷ്യകുലത്തിന് ഇത്രയും പ്രയോജനമുള്ള ഇതിനെ വിദേശികളുടെ നുണയ്ക്ക് നമ്മൾ ഇനിയെങ്കിലും വഴിമാറിക്കൊടുത്ത് അവരെ പുറത്ത് ചാടിച്ചിട്ട് ഇത് നമ്മളുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അനാരോഗ്യങ്ങൾ കംപ്ലീറ്റ് പോകും. വൻകിട ഹോസ്പിറ്റലുകാർക്ക് പോലും ത്രെട്ടായി തീരുമെന്നുള്ളത് കൊണ്ട് ഇത് നിങ്ങൾ മാൻട്രാക്സിൻ്റെയോ MDMA ഒന്നും കൂട്ടിപ്പെടുത്താതെ ശുദ്ധമായ കഞ്ചാവാണ്. കഞ്ചാവ് ശുദ്ധമായ ഔഷധമാണ്. നമസ്കാരം. ക്രേസി ഡെമോക്രസിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ രസകരമാർന്ന ഒരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. പ്രത്യേകിച്ച് മറ്റൊന്നുമല്ല, നമ്മളുടെ സമൂഹത്തിൽ അറിയാം നാർക്കോട്ടിക് ഡിവിഷൻ വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ കേരളം ലോക രാജ്യങ്ങളുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരികയാണ്. ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന യുവത നിലനിൽക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് കൊച്ചി മാറുകയാണ്. ഇവിടെ ഇന്ന് ഞാൻ പറയുന്നത് ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുടെ ഗണത്തിൽ നിന്ന് ഏറെ അകന്നു നിൽക്കുന്ന മറ്റൊരു മയക്കുമരുന്നാണ് കഞ്ചാവ് എന്ന് പറയുന്നത്. സത്യത്തിൽ കഞ്ചാവ് മരുന്നാണോ അതോ മനുഷ്യനെ മയക്കുന്ന ലഹരിയാണോ? കഞ്ചാവ് വിനോദാവശ്യത്തിന് ഉപയോഗിക്കുവാൻ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രേറ്റ് ലീഗലൈസേഷൻ മൂവ്മെന്റ് എന്ന സംഘടന 2019 ഡൽഹി ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തിരുന്നത്. കേസിൽ കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. മേനകാഗാന്ധി, തഥാഗത സ്വത്വവാദി ഡോക്ടർ ധരംവീർ സിംഗ് ഗാന്ധി, വിനോദ് ഖന്ന തുടങ്ങിയ MP-മാർ കഞ്ചാവ് ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുവാൻ അനുവദിക്കണമെന്ന് പാർലമെന്റിൽ അത് വാദിക്കുകയും ചെയ്തിരുന്നു. കഞ്ചാവ് ഉപയോഗം തടയുവാൻ 1920 മുതൽ US സേന ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ള മറ്റൊരു വശം. US സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് 1961 ഐക്യരാഷ്ട്രസഭ കഞ്ചാവിനെ അപകടകരമായ ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഈ ആഗോള കരാറിന്റെ ഭാഗമായി ഇന്ത്യയും നിയമനിർമ്മാണം നടത്തേണ്ടി വരുന്നു എന്നുള്ളത് വളരെ സജീവമായി ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ 25 വർഷം അതിനെ അതിജീവിച്ചു നിന്ന രാജ്യത്ത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന 1985 NDPS നിയമം കൊണ്ടുവരേണ്ടി വന്നു. ലോക പോലീസായിട്ടുള്ള അമേരിക്കയുടെ ആവശ്യപ്രകാരമാണ് ഒരുപക്ഷെ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദന ശേഷിയുള്ള കഞ്ചാവ് ഒരുപാട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യമായിട്ടുള്ള രാജ്യം 25 വർഷം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു നിയമനിർമ്മാണ ഭേദഗതിയിലൂടെ കഞ്ചാവിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ ഉൽപ്പാദനം നിർത്തുകയും അത് ലഹരി മരുന്നാണ് എന്നുള്ള ഒരു ഗണത്തിലേക്ക് അതിനെ ഉൾപ്പെടുത്തുകയും ചെയ്തു. കഞ്ചാവ് ഉപയോഗം കുറ്റമാക്കുന്ന നിയമപ്രകാരം ഉപയോഗിക്കുന്നവരെ ക്രിമിനലുകളായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും കടത്തും ഫലപ്രദമായി തടയുവാൻ ഈ നിയമത്തിന് കഴിഞ്ഞതുമില്ല എന്ന് വേണം പറയാൻ. NDPS നിയമത്തിലെ ശിക്ഷകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ലഹരി വസ്തുക്കൾ അത് ഏതുമാകട്ടെ, കഞ്ചാവെന്നല്ല, മറ്റ് MDMA പോലെയുള്ള ഏത് വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതും വാങ്ങുന്നതും വിൽക്കുന്നതും ഉപയോഗിക്കുന്നതുമെല്ലാം നിയമപ്രകാരം കുറ്റകരമാണ്. ചെറിയ അളവിൽ ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കുന്നത് 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുവാൻ കാരണമാകുന്നുണ്ട്. 10,000 രൂപ വരെ പിഴയും ചുമത്താം. ചെറിയ അളവിനും വാണിജ്യ അളവിനും ഇടയിൽ ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കുന്നത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുവാൻ കാരണമാകും. പിഴ 1 ലക്ഷമായി ഉയരുകയും ചെയ്യും. വാണിജ്യ അളവിൽ ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കുന്നത് 10 മുതൽ 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ തുക 2 ലക്ഷം പിഴയായി മാറുകയും ചെയ്യും. 1.5 മടങ്ങ് വരെ വീണ്ടും വർദ്ധിപ്പിക്കുവാനും കാരണമാകുന്നുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് 6 മാസം മുതൽ 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകരമായും ആണ്. അത് 20,000 രൂപ വരെ പിഴ ഈടാക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ലഹരി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് ശിക്ഷയിൽ ഇളവും ലഭിക്കില്ല. US മദ്യ നിരോധനം അൽക്കമോൺ പോലെയുള്ള മാഫിയ തലവന്മാരുണ്ടാകുവാനാണ് കാരണമായത്. കൂടാതെ ലാറ്റിൻ അമേരിക്കയിൽ വലിയ ലഹരി മരുന്ന് സംഘങ്ങളും രൂപപ്പെട്ടു. നിരോധനം കർശനമാക്കുന്നതിനൊപ്പം തന്നെ മാഫിയ സംഘങ്ങളും ശക്തിപ്പെടുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായും യുദ്ധം കൊളംബിയ അടക്കമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും വ്യാപിച്ചു. ലഹരിക്കെതിരായ യുദ്ധം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് US കഞ്ചാവ് ഉപയോഗം നിയമപരമാക്കുന്നതിനുള്ള നടപടികൾ അന്ന് ആരംഭിച്ചത്. US നിരവധി സംസ്ഥാനങ്ങളിൽ ഇന്ന് കഞ്ചാവ് ഉപയോഗം നിയമപ്രകാരമാണ്. ഒരുപക്ഷെ US പ്രസിഡന്റ് ബൈഡൻ അടക്കമുള്ളവർ കഞ്ചാവിനെ അനുകൂലിച്ചുകൊണ്ട് പുറത്തിറക്കിയ വീഡിയോകൾ അതാണ് നമുക്ക് കാട്ടിത്തരുന്നത്. Moving ahead with his mission to make marijuana a less dangerous drug, and nobody can stop him.
He doesn't even care if his own DEA is on board or not. Today, my administration took a major step to reclassify marijuana from a Schedule I drug to a Schedule III drug. It's an important move toward reversing long-standing inequities. Look, folks, no one should be in jail merely for using or possessing marijuana, period. കഞ്ചാവ് നിയമപരമാക്കുന്ന ബിൽ അമേരിക്കൻ ജനപ്രതിനിധി സഭ 2020 പാസാക്കിയത്. അല്പസ്വല്പം കഞ്ചാവ് കൈവശം വെച്ചതിന് വരെ അമേരിക്കൻ പൗരന്മാർ ഇക്കാലം അത്രയും വേട്ടയാടപ്പെട്ടു എന്ന് വേണം കരുതാൻ. വോട്ടെടുപ്പിന് ശേഷം നിയമസഭയിലെ ഭൂരിപക്ഷ നേതാക്കളും മേരിലാൻഡിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് അംഗവുമായിട്ടുള്ള സ്റ്റെഫി ഹെയർ പറഞ്ഞത് ഇത്തരം കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരിൽ അധികവും കറുത്ത വർഗ്ഗക്കാരായിരുന്നുവെന്നാണ്. അത് ഞെട്ടിക്കുന്നവയാണ്. ചരിത്രപരമായ അനീതി തിരുത്തുകയാണെന്നും അമേരിക്ക പിന്നീട് പ്രഖ്യാപിച്ചു. മുൻകാലങ്ങളിൽ ഇത്തരം കേസുകളിൽ വിധിച്ച ശിക്ഷകൾ റദ്ദാക്കാനും ഫെഡറൽ കേസുകളിലെ ശിക്ഷാ നടപടികൾ പുനരവലോകനം ചെയ്യുന്നതിനും ബില്ലിൽ വ്യവസ്ഥ ഉണ്ടാകുവാൻ ഐക്യരാഷ്ട്ര സംഘടനയും ഇടപെട്ടു. ഇനി ഐക്യരാഷ്ട്രസഭയും ഇന്ത്യയും എങ്ങനെയാണ് കഞ്ചാവിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആയിരക്കണക്കിന് വർഷങ്ങളായി രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കഞ്ചാവിൻ്റെ ഔഷധമൂല്യം കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുകയാണ്. കഞ്ചാവിന് വേണ്ടത്ര ഔഷധമൂല്യം ഇല്ലെന്ന തെറ്റിദ്ധാരണ തിരുത്തണമെന്നാവശ്യപ്പെട്ട് ലോകാരോഗ്യ സംഘടനാ കമ്മീഷൻ ഫോർ നാർക്കോട്ടിക്സ് ഡ്രഗിന് നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നടന്ന വോട്ടെടുപ്പിലായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഈ തീരുമാനം. ഹെറോയിൻ അടക്കമുള്ള അതിമാരകമായ ലഹരി മരുന്നുകളുടെ പട്ടികയിൽ നിന്ന് കഞ്ചാവിനെ മാറ്റിയാണ് ഔഷധ ഗുണം അംഗീകരിച്ചത്. വോട്ടെടുപ്പിൽ 52 രാജ്യങ്ങളിൽ 27 ലോകരാജ്യങ്ങളാണ് ഈ നീക്കത്തെ പിന്തുണച്ചത്. ഇന്ത്യയും അനുകൂലമായാണ് അന്ന് വോട്ട് ചെയ്തത്. പക്ഷേ ഇന്ത്യയിൽ NDPS നിയമം കഞ്ചാവ് ഉപയോഗിക്കുന്നവരെയും വേട്ടയാടുകയാണ് ഇപ്പോഴും. മനുഷ്യൻ ഉണ്ടാക്കുന്ന മദ്യം കഴിച്ച് ആഘോഷിച്ച് മരിക്കുന്നതിന് കുഴപ്പമില്ല. ദൈവമായിട്ട് തന്നേക്കുന്ന നല്ലൊരു സസ്യത്തിനെ നാം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ ജനങ്ങൾ ആസ്വദിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, ജർമ്മനിയിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സാധനമാണ് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്നത്. അതിൽ 89% ആൽക്കഹോളാണ്. എന്നിട്ട് അതിന് നമ്മൾ കാശ് കൊടുക്കുന്നു. ഇവിടെ 100% നമ്മുടെ സ്വന്തം സാധനം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എത്ര വിഡ്ഢികളാണെന്ന് സ്വയം ആലോചിക്കുക. കഞ്ചാവ് വലിച്ചതിന് മാത്രം 2010 45,503 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് NCRBയുടെ റിപ്പോർട്ട് പറയുന്നത്. NDPS നിയമപ്രകാരം രാജ്യത്താകെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 72,779 കേസാണ് എന്നതും ഓർക്കേണ്ടതാണ്. യൂറോപ്പിലെയും US-ലെയും പോലെ കഞ്ചാവിന്റെ വിനോദാവശ്യത്തിനുള്ള ഉപയോഗം നിയമപരമായി ആക്കണമെങ്കിൽ ഇന്ത്യയും പൊതുജനാഭിപ്രായം അനുകൂലമാകേണ്ടതുണ്ട്. കൂടാതെ കഞ്ചാവിന്റെ ഔഷധ ഗുണം അറിയുകയും വേണം. നിരോധനമുള്ളതിനാൽ അതിന്റെ ഗവേഷണങ്ങൾ നടത്തുവാൻ ശാസ്ത്രലോകത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. പക്ഷേ കഞ്ചാവിന് നിരവധി ഔഷധ ഗുണങ്ങളാണ് ഉള്ളത് എന്ന് വിദേശ രാജ്യങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഗുരുതരമായ പല രോഗങ്ങളിലെയും ചികിത്സയ്ക്കായി കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാറുണ്ടെന്നാണ് മയോ ക്ലിനിക് പറയുന്നത്. ഡെൽറ്റ 9 ടെട്രാഹൈഡ്രോ കാനബിനോൾ അഥവാ THC എന്ന് വിളിക്കുന്ന രാസവസ്തുവാണ് കഞ്ചാവിന്റെ ലഹരിക്ക് കാരണക്കാരൻ. മനുഷ്യന്റെ മനോനിലയിലും സ്വഭാവത്തിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള സൈക്കോ ആക്റ്റീവ് കാനബിനോയിഡ്സ് എന്ന രാസവിഭാഗത്തിലാണ് THCയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിന് കഴിയാത്ത നോൺ സൈക്കോ ആക്റ്റീവ് കാനബിനോയിഡ്സ് എന്ന രാസവിഭാഗത്തിൽപ്പെടുന്ന കാനാബിഡിയോൾ, കാനാബിക്രോമീൻ, കാനാബിജെറോൾ എന്നീ രാസവസ്തുക്കളും കഞ്ചാവിൽ അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം ഉൾപ്പെടെ ഏകദേശം 560ഓളം വരുന്ന രാസഘടകങ്ങൾ കഞ്ചാവിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ കാനാബിഡിയോൾ പോലെയുള്ള രാസഘടകങ്ങളെ ക്യാൻസർ ചികിത്സയിൽ ഉപയോഗപ്പെടുത്താം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ക്യാൻസറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വേദന, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് അഥവാ വിശപ്പില്ലായ്മ, നോസി അഥവാ ഓക്കാനം, വൊമിറ്റിംഗ്, ഉത്കണ്ഠ എന്നിങ്ങനെയുള്ള ശാരീരികവും മാനസികവുമായ വിഷമതകളെ മറികടക്കാൻ ഇത് സഹായിക്കും എന്ന് പഠനങ്ങൾ പറയുന്നു. ബ്രസ്റ്റ് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ, കോളൻ ക്യാൻസർ, എപ്പിലെപ്സി, പാർക്കിൻസൺസ് ഡിസീസ്, ആൾഷിമേഴ്സ്, എയ്ഡ്സ്, ഗ്ലോക്കോമ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ന്യൂറാൽഗിയ എന്നിങ്ങനെ വിവിധ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി കഞ്ചാവിലെ രാസഘടകങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. നോൺ സൈക്കോ ആക്റ്റീവ് കാനബിനോയിഡ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന രാസഘടകങ്ങളെയാണ് ഇതിനായി കൂടുതലായി ഉപയോഗിക്കുന്നത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ THC പോലെയുള്ള സൈക്കോ ആക്റ്റീവ് കാനബിനോയിഡ്സും ചികിത്സയ്ക്കായി ഉപയോഗിക്കാൻ കഴിയും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു വേദന സംഹാരി എന്ന നിലയ്ക്കാണ് പ്രധാനമായും ഇത് ഉപയോഗിക്കാൻ കഴിയുക. പക്ഷേ ഇത്തരത്തിൽ THC ഉപയോഗിക്കുന്നത് മൂലം ധാരാളം പാർശ്വഫലങ്ങൾ ഉണ്ടാവാറുണ്ട്. THCയുടെ ഏറ്റവും വലിയ പോരായ്മ അതുതന്നെയാണ്. THC എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ തലച്ചോറിലെ ഏകദേശം 85 ബില്യണോളം വരുന്ന ന്യൂറോൺസ് അഥവാ നാഡികൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നറിയപ്പെടുന്ന രാസവസ്തുക്കളുടെ സഹായത്തോടെയാണ്.
തലച്ചോറിന്റെ നിയന്ത്രണത്തിന് കീഴിൽ വരുന്ന കാര്യങ്ങളുടെ ഏകോപനം അഥവാ കോർഡിനേഷൻ ഇതുവഴിയാണ് സാധ്യമാവുന്നത് എന്ന് പറയാം. ഇത്തരത്തിൽ ഘടന കൊണ്ട് THCയുമായി സാമ്യമുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ആനന്ദമൈഡ്. എൻഡോജീനസ് കാനബിനോയിഡ്സ് എന്നറിയപ്പെടുന്ന ആനന്ദമൈഡ് തലച്ചോറിലെ സന്തോഷം, ഓർമ്മ, ചിന്ത, ഏകാഗ്രത, ചലനം, ഏകോപനം, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ സ്വാധീനം ചെലുത്താറുണ്ട്. ആനന്ദമൈഡുമായി ഘടനാപരമായി വളരെയേറെ സാമ്യമുള്ള THC ആനന്ദമൈഡിന്റെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇടങ്കോലിടുന്നു. ഇതുമൂലം മാനസികവും ശാരീരികവുമായ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതാണ് നമുക്ക് ലഹരിയായി തോന്നുന്നത്. ഓൾട്ടേർഡ് സെൻസസ് അഥവാ മാറ്റിമറിക്കപ്പെടുന്ന ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഉദാഹരണമായി കടും നിറങ്ങൾ കാണുക, ചേഞ്ചസ് ഇൻ മൂഡ് എന്നിവ ഇത്തരം ചില മാറ്റങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഉയർന്ന ഡോസിലുള്ള ഉപയോഗം മൂലം കുറച്ചു നേരത്തേക്കുള്ള ഭ്രമിപ്പിക്കുന്ന തോന്നലുകൾ അഥവാ ഹാലൂസിനേഷൻസിനും ഇത് കാരണമാവുന്നു. കഞ്ചാവിന്റെ ഉപയോഗം വയലൻസിന് കാരണമാകുമോ? മെലീസ ബിഡോയിൻ, സ്റ്റെഫെയിൻ പോട്ട്വിൻ, ചാൾസ് എഡ്വേർഡ് ഗിക്വെ, സോഫിയ ലെന ഡിസപ്പോള, അലക്സാണ്ട്രെ ഡുമെയ്സ് എന്നിവരുടേതായി 2020 പുറത്തിറങ്ങിയ ഒരു റിസർച്ച് പേപ്പറുണ്ട്. അതിൽ മെന്റൽ ഇൽനെസ് അഥവാ മാനസിക അസ്വാസ്ഥ്യം അലട്ടുന്ന ആളുകളിലെ സ്ഥിരമായ കഞ്ചാവ് ഉപയോഗം വയലൻസിലേക്ക് നയിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. ഉയർന്ന ഡോസിലുള്ള കഞ്ചാവിന്റെ സ്ഥിരമായ ഉപയോഗം സ്കിസോഫ്രീനിയ, പാരാനോയ, സൈക്കോസിസ്, മെമ്മറി പ്രോബ്ലംസ്, ഡിപ്രഷൻ, സ്ലീപ്പ് ഡിഫിക്കൽട്ടീസ്, പേഴ്സണാലിറ്റി ചേഞ്ചസ്, ആങ്സൈറ്റി, അഗ്രസീവ്നെസ്, സ്ട്രോക്ക് എന്നിവയ്ക്കും കാരണമാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പുകയിലയ്ക്കൊപ്പവും അല്ലാതെയും കഞ്ചാവിന്റെ പുക ശ്വസിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും ലങ് ക്യാൻസറിനും കാരണമാകുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അമിതമായ ഉപയോഗമാണ് ഇതിന് കാരണം. ഹെറോയിൻ, കൊക്കെയിൻ എന്നിവയേക്കാൾ അപകട സാധ്യത കുറഞ്ഞ സോഫ്റ്റ് ഡ്രഗ്സ് എന്ന വിഭാഗത്തിലാണ് കഞ്ചാവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ആൽക്കഹോൾ, പുകയില എന്നിവയേക്കാൾ അഡിക്ഷൻ ലെവൽ കുറവാണ് കഞ്ചാവിന്. ഇതിനർത്ഥം കഞ്ചാവ് സേഫ് ആണെന്നല്ല. ലഹരിക്ക് വേണ്ടിയുള്ള ഉപയോഗവും ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഉപയോഗവും തമ്മിൽ വളരെയേറെ വ്യത്യാസങ്ങളുണ്ട്. ദൂഷ്യഫലങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് പൂർണ്ണമായും ന്യായീകരിക്കാനോ ദോഷങ്ങൾ എണ്ണിപ്പറഞ്ഞ് പൂർണ്ണമായി തള്ളിപ്പറയാനോ കഴിയാത്ത വിധം യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. പാരമ്പര്യ വൈദ്യത്തിലും ആയുർവേദ വൈദ്യത്തിലും ഈ കഞ്ചാവിനെ ഒരു ഔഷധ ഗുണമുള്ള മൂലികയായിട്ട് ഉപയോഗപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ 3000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കഞ്ചാവിനെ ഔഷധമായി പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ശബരിമല തീർത്ഥാടകർ 18 പടി ചവിട്ടുന്ന സമയത്ത് ശബരിമലയ്ക്കായി എത്തുന്ന ഇരുമുടിക്കെട്ടിനുള്ളിൽ കറുപ്പ് അല്ലെങ്കിൽ കഞ്ചാവ് കൊണ്ടുവരുന്നു എന്ന് വേണം പറയാൻ. കറുപ്പസ്വാമിക്ക് കഞ്ചാവിന്റെ ഒരു ആ കാലഘട്ടത്തിൽ നിവേദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മുമ്പേ എന്തായാലും സജീവമായിട്ട് ഇടപെട്ടിരുന്ന ഒരു ഔഷധ ഗുണമുള്ള മൂലികയായിട്ടാണ് ഒരു പക്ഷേ നമ്മുടെ പൂർവികർ കഞ്ചാവിനെ കണ്ടിരുന്നത് എന്ന് വേണം പറയാൻ. പക്ഷേ അമിതമായിട്ടുള്ള ഉപയോഗം ഏത് മരുന്നിനെയാണെങ്കിലും അമൃതാണെങ്കിലും അമിതമായി ഉപയോഗിച്ചാൽ അത് വിഷമായി മാറുമെന്ന് പറഞ്ഞതുപോലെ കഞ്ചാവ് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരിക്കലും അത് ശരിയല്ല, അത് തെറ്റ് തന്നെയാണ് എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ കഞ്ചാവിൽ നിന്ന് വേർതിരിച്ച മൂലികകൾ കൊണ്ട് എയ്ഡ്സിലും ക്യാൻസർ പോലെയുള്ള മറ്റ് മാരക രോഗങ്ങൾക്ക് ഇന്ന് ചികിത്സാ പ്രതിവിധിയായിട്ട് ഈ പറയുന്ന ഒരു ചെടിയുടെ ഇലയിൽ നിന്ന് വേർതിരിച്ച മൂലികകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഔഷധ ഗുണമുള്ള ഒരു മൂലികയായിട്ട് ഇന്ന് ലോകാരോഗ്യ സംഘടന മാറ്റിയിരിക്കുകയാണ്. പക്ഷേ സിന്തറ്റിക് ഡ്രഗ്സ് വാഴുന്ന നമ്മുടെ രാജ്യത്ത് അശാസ്ത്രീയമായ ഉപയോഗത്തിലൂടെ രോഗവിമുക്തിയിലേക്ക് നമ്മെ എത്തിക്കുന്ന ലഹരി പദാർത്ഥമാണ് എങ്കിലും ഔഷധ വിഭാഗത്തിൽപ്പെട്ട കഞ്ചാവിൻ്റെ ഗുണങ്ങൾ അവതരിപ്പിക്കുകയാണ് നമ്മുടെ തമ്പി നാഗാർജുന. അമേരിക്ക പോലെയുള്ള വികസന രാജ്യങ്ങളിൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന കഞ്ചാവിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി വാണിജ്യപരമായി ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്താൽ ഒരുപക്ഷെ രാജ്യത്തിൻ്റെ സാമ്പത്തിക മുന്നേറ്റം ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നും ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ജമ്മു തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചിലയിടങ്ങളിൽ ഇന്നും അനുവദിച്ചിട്ടുണ്ട് കഞ്ചാവിൻ്റെ ഉപയോഗവും ഉൽപ്പാദനവും ഒക്കെ. അതുപോലെ തന്നെ ലോക വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കാൻ രാജ്യം തീരുമാനിച്ചാൽ ഒരുപക്ഷെ ശരാശരി ഇന്ത്യൻ പൗരന്റെ പ്രതിശീർഷ കടത്തിൽ നിന്നും കഞ്ചാവിന് ഇന്ത്യൻ പൗരന്മാരെ രക്ഷപ്പെടുത്തുവാൻ കഴിയുമെന്നും തമ്പി നാഗാർജുന പറയുന്നു. ഉത്തരാഖണ്ഡ് നിവാസികളുടെ നിത്യപാനീയം ഭാങ്ക് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായാണ്, അതുകൊണ്ട് തന്നെ താൻ അത് രുചിച്ചു നോക്കുന്നുവെന്നും അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. കഞ്ചാവ് നിയമപരമായി കൃഷി ചെയ്യുന്ന ഉത്തരാഖണ്ഡിൽ നിന്നും മലനാട് ടിവിക്ക് വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കുന്നത് തമ്പി നാഗാർജുനയാണ്. തമ്പി നാഗാർജുനയുടെ റിപ്പോർട്ടിലേക്ക്. Namaste. This is the formulation of Madana Kameshwari Lekha, which is ancient in our history. No medicines can substitute this one. It is mainly for rejuvenation, health, then for infertility, testosterone
And almost all the disease, all the raga can be eliminated by this hemp plus the herbals. More than 10 more herbals are added to the leaves of this hemp for making this one. മനുഷ്യകുലത്തിന് ഇത്രയും പ്രയോജനമുള്ള ഇതിനെ വിദേശികളുടെ നുണയ്ക്ക് നമ്മൾ ഇനിയെങ്കിലും വഴിമാറിക്കൊടുത്ത് അവരെ പുറത്ത് ചാടിച്ചിട്ട് ഇത് നമ്മളുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അനാരോഗ്യങ്ങൾ കംപ്ലീറ്റ് പോകും. വൻകിട ഹോസ്പിറ്റലുകാർക്ക് പോലും ത്രെട്ടായി തീരുമെന്നുള്ളത് കൊണ്ട് ഇത് നിങ്ങൾ മാൻട്രാക്സിൻ്റെയോ MDMA ഒന്നും കൂട്ടിപ്പെടുത്താതെ ശുദ്ധമായ കഞ്ചാവാണ്. കഞ്ചാവ് ശുദ്ധമായ ഔഷധമാണ്. 100-ൽ പരം ഇതിൽ നിന്നുണ്ടാക്കുന്ന ഔഷധങ്ങൾ ആയുർവേദത്തിലും മറ്റും അവൈലബിളാണ്, ഹോമിയോയിലും. ആ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുക, അല്ലാതെ നിങ്ങൾ ഇംഗ്ലീഷ് മരുന്നിന് നോക്കി അവരുടെ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് വീണ്ടും നിയമലംഘനം കാണിക്കാതെ ഇതിൽ നിന്നുണ്ടാക്കുന്ന നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മലനാടിന് വേണ്ടി ഉത്തരാഖണ്ഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. തമ്പി നാഗാർജുന, സൈനിങ് ഓഫ്. ലോകാരോഗ്യ സംഘടന വോട്ടെടുപ്പിൽ ബഹുഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളോടൊപ്പം ഇന്ത്യയും വോട്ട് ചെയ്തിട്ടാണ് കഞ്ചാവിനെ ലഹരി മരുന്നിൽ നിന്നും മാറ്റി ഔഷധ ഗുണമുള്ള വസ്തുവായിട്ട് പരിഗണിച്ചതുപോലെ മലനാട് ജീവിയും പറയുകയാണ്, കഞ്ചാവ് എന്ന് പറയുന്ന ലഹരിക്ക് ഉപയോഗിക്കുന്ന വസ്തുവിനെ ശാസ്ത്രീയമായ രീതിയിൽ വേർതിരിച്ചുകൊണ്ട് അതിൽ നിന്നും ലഭിക്കുന്ന ലോകമെങ്ങും വാണിജ്യപരമായി വാല്യുള്ള വസ്തു ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഇന്ന് വന്നിരിക്കുന്ന മാരക രോഗങ്ങൾക്ക് ഉള്ള മരുന്നുകൾ കണ്ടെത്തുന്നതിനും ഒരുപക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ നിത്യജീവിതത്തിലെ ശാരീരിക അസ്വസ്ഥതകളുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി ഉത്തേജന രീതിയിലുള്ള ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കുവാൻ കഞ്ചാവിൽ നിന്ന് വേർതിരിക്കുന്ന ഔഷധ ഗുണമുള്ള കാര്യങ്ങൾക്കാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും രാജീവ് ഗാന്ധി നടത്തിയിട്ടുള്ള ഒരു നിയമനിർമ്മാണ രീതിയിലൂടെ കഞ്ചാവ് ഈ പറയുന്നത് പോലെ ഒരു വാണിജ്യ ഉൽപ്പന്നമായിട്ട് അല്ലെങ്കിൽ നിയമപരമായി ഉൽപ്പാദിപ്പിക്കുന്നതിനോ വിതരണം ചെയ്യുന്നതിനോ സാധിക്കാത്ത തരത്തിലൊരു നിയമനിർമ്മാണം നടത്തിയത് ഒരു പക്ഷേ അമേരിക്കയെ സഹായിക്കുന്നതിന് തന്നെയാണ് എന്ന് വേണം ബൈഡൻ അടക്കമുള്ളവരുടെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ. കാരണം ഇന്ന് അമേരിക്കൻ യുവത അല്ലെങ്കിൽ അമേരിക്കൻ സമൂഹം മുഴുവനും കഞ്ചാവിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപ ഉൽപ്പന്നങ്ങളായിട്ടുള്ള പല മരുന്നുകളും ഉപയോഗിക്കുന്നുണ്ട്. അവർ ആരോഗ്യപരമായി നല്ല രീതിയിൽ മുന്നോട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ തമ്പി നാഗാർജുന റിപ്പോർട്ട് ചെയ്യുന്ന ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ തമ്പി നാഗാർജുനയുടെ ഈ ഒരു കണ്ടെത്തൽ ഒരിക്കലും നമ്മൾക്ക് മാറ്റി നിർത്തേണ്ടതല്ല എന്ന് വേണം പറയുവാൻ. എന്തായാലും സമീപകാലങ്ങളിൽ ഈ ഒരു കാര്യത്തിൽ ലോകാരോഗ്യ സംഘടനയും അമേരിക്ക അടക്കമുള്ള ലോക പോലീസ് എന്ന് പറയാം, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ തിരുത്തിയതുപോലെ ഇന്ത്യയിലെ നിയമനിർമ്മാണത്തിലും ഒരു മാറ്റം വരണം അല്ലെങ്കിൽ വരും എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ആ കാലഘട്ടത്തിലെങ്കിലും സിന്തറ്റിക് ഇതുപോലുള്ള മയക്കുമരുന്ന് ലോബിയുടെ ഉപഭോഗവും ഉപയോഗവും കുറയ്ക്കുന്നതിനും അവരുടെ കൈകടത്തലുകൾ നിയന്ത്രിക്കുന്നതിനും തക്കതായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുവാൻ സമൂഹത്തിന് കഴിയും. അത്തരം വളരെ ലോജിക്കായിട്ടുള്ളൊരു നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശുപാർശയായിട്ട് മാത്രമേ എൻ്റെ ഈ പ്രോഗ്രാമിനെ കാണാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.